അള്ളാഹു നിഅ്മത്ത് നൽകിയപ്പോൾ ആ നിഅ്മത്ത് കൊണ്ടുണ്ടായ മാറ്റങ്ങൾ എത്രയാ? ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽ മാൽ. ഏതൊരു ജനതയും തകരാനൊരു കാരണമുണ്ടാകും. എന്റെ ജനത തകരാനുള്ള കാരണം പണമാണെന്ന് ഖാല റസൂലുള്ളാഹി. പണം കൊടുക്കുക, പണം അധികരിക്കുക. പണം അധികരിക്കുമ്പോൾ ഭക്ഷണത്തിന് വ്യത്യാസമാണ്. ഫത്വൽ മുഈനിൽ വരെ പറയുന്നത് ഭാര്യക്ക് ആഴ്ചയിൽ ഒരിക്കലാണ് ഇറച്ചി കൊടുക്കേണ്ടത്. ഇത് ദിവസം ഒരിക്കലും അല്ല ഇറച്ചി കൊടുക്കുന്നത്. ഇറച്ചില്ലാത്തൊരു നേരം ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഫത്വൽ മുഈനിൽ നമ്മളെ പ്രധാനപ്പെട്ട ഫിഖ്ഹി ഗ്രന്ഥല്ലേ ആഴ്ചയിൽ ഒരിക്കൽ ഇറച്ചി തരുന്ന പെണ്ണുങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കൂല. അങ്ങനത്തെ ഒരു കാര്യം തന്നെ ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മൾ. ഭക്ഷണത്തിൽ വ്യത്യാസം വന്നു, പണം അധികരിച്ചു. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽ മാൽ. ഏതൊരു ജനതയും തകരാനൊരു കാരണമുണ്ടാകും. എന്റെ ജനത തകരാനുള്ള കാരണം പണമാണെന്ന് ഖാല റസൂലുള്ളാഹി. ഖുർആൻ പറയുന്നുണ്ട്, വലാ തുസ്ഫഹാ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമാ. നിങ്ങൾക്ക് നിലനിൽപ്പിന്റെ ആധാരമായി അള്ളാഹു നൽകിയ ധനം നിങ്ങൾ സുഫഹാക്കളെ കയ്യിൽ കൊടുക്കരുത്. ആരാ സുഫഹാ? കൽബിൽദാനി, കുട്ടികളെ പോലെ, വന്നിസായി, പെണ്ണുങ്ങളെ പോലെ. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഇബ്നു കസീർ അടക്കം, സുഫഹാക്കളെ കയ്യിൽ നിങ്ങൾ അതിരുവിട്ട് പണം കൊടുക്കരുത്. വേണ്ടത്ര തലബോധമില്ലാത്ത ആളുകൾക്ക് സുഫഹാ എന്ന് പറയാ. അതിൽ ഒരു വിഭാഗത്തെ എണ്ണുന്ന ഒരു വിഭാഗം വന്നിസായി, പെണ്ണുങ്ങളാണ്. ഇന്ന് മീൻ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് 100 രൂപ വേണമെങ്കിൽ ഭാര്യക്ക് എടുത്തു കൊടുക്കാം. പക്ഷെ ഒരു 25,000 കെട്ട് സ്ഥിരമായി പെണ്ണുങ്ങളെ മേൽ അയക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം വരിക എന്നുള്ളത് വലിയ നാശമാണ്. നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ രീതി തന്നെ മാറി, നമ്മുടെ നാട്ടിലെ സാമ്പത്തിക ക്രമങ്ങൾ മാറി, കൈകാര്യകർത്താക്കൾ മാറി. ചിന്തിക്കുക. നിങ്ങൾ വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഈ പറയുന്നത്. വ്യഭിചാരം അധികരിക്കുക. ഇന്ന് അതിന് നമ്മൾ മാർഗമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ചിന്തിക്കണം. ഒരു 10 കൊല്ലം മുമ്പ് വരെ രാത്രി അടങ്ങി നടന്നിരുന്ന, രാത്രി വിരുന്ന് പോയിരുന്ന പെണ്ണുങ്ങൾ വരെ 10 കൊല്ലം മുമ്പ് വരെ കൊട ചൂടിപ്പോയിരുന്നു. അല്ലെ സത്യം പറയാം. അല്ലേ നിങ്ങൾ പറയും. അല്ലേ നിങ്ങൾ പറയും. ഒരു 10 കൊല്ലം മുമ്പ് വരെ അങ്ങനെ ഒരു രാത്രി വരെ വാപ്പാനെ വീട്ടിലേക്ക്, വാപ്പ രോഗിയായി കിടക്കുന്ന വാപ്പാനെ കാണാൻ വേണ്ടി പോവുകയെങ്കിലും ഇല്ല. മഴ ഉണ്ടായിട്ടല്ല പെണ്ണുങ്ങൾ രാത്രി പോകുമ്പോ എന്ത് ചെയ്യും? ഇല്ലേ ഇവിടെ മുമ്പ് ഇല്ല എന്ന് വിചാരിച്ച നിങ്ങൾ പറഞ്ഞാലും ഇവിടെ മുമ്പ് തന്നെ മോശമാണെന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ മുമ്പ് ഉണ്ടായിട്ടില്ലേ? ഉണ്ടല്ലോ. നാടിനെ രക്ഷിക്കാനെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന മനുഷ്യന്മാരെ ഇല്ലേ? ഉണ്ട്. എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലായിടത്തും ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ചിന്തിക്കുക. അവിടുന്ന് പറഞ്ഞ നമ്മളെ അവസ്ഥയിലേക്ക് ഇറങ്ങി നോക്കി. നമ്മളെ സാഹചര്യം എന്താ? നേരെ രാവിലെ 10 മണിക്ക് ഇറങ്ങി നടക്കുന്ന പെണ്ണ് എന്താണ്? ഇവിടെ ഒരു തോളില് ഇവിടെ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ട്. പിന്നെ ബാഗ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൈയുണ്ട്. ആ കൈ ഇവിടെയാണ്. മനസ്സിലായില്ല? എവളോടാ ആരോടാ ഇപ്പൊ ഈ വർത്താനം പറയുന്നത്? അവൾക്കും അവളോടാ വർത്താനം പറയുന്ന അവനും. പിന്നെ അള്ളാഹു അല്ലാത്ത ആർക്കുമല്ല. ആ നമ്പർ എത്രയല്ല ഡിലീറ്റ് ചെയ്ത് കളയാൻ വരെ കഴിയും. ഞാൻ നമ്പർ പറയുന്നത് ചിന്തിക്കണം. നമ്മളെ ഈ പെണ്ണിലേക്ക് തിരൂരും നിങ്ങൾ പറയുന്നത് തമാശയാ. ആ പെണ്ണിലേക്കുള്ള ആ ജനതയിൽ നിന്ന് 10 കൊല്ലം മുമ്പുള്ള നമ്മളെ പെണ്ണിൽ നിന്ന് ഇന്നത്തെ നമ്മളെ പെണ്ണിലേക്കുള്ള ദൂരം എത്രയാ? ഇവിടെയാണ് പരസ്യമായി വ്യഭിചാരം നടക്കാൻ. പച്ചപ്പകലിൽ പരസ്യമായി വ്യഭിചാരം നടക്കുമെന്ന് പുണ്യനബി പഠിച്ചിട്ടുണ്ട്. എതിർക്കാൻ ആളില്ലാത്ത കാലഘട്ടം വരുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളെ ഊരുണ്ടാൻ വേണ്ടി ഇറങ്ങി നടക്കുക. നാട് മുഴുവനും ഷോപ്പിങ്ങിന്റെ പേരിൽ. വിഷുവിന് കച്ചവടം നടക്കുന്നതിന് പരിധിയുണ്ട്. ഓണത്തിന് കച്ചവടം നടക്കുന്നതിന് പരിധിയുണ്ട്. എന്നാലാകട്ടെ ജനസംഖ്യയിൽ ഏറ്റവും ഗണ്യമായ ശതമാനം ആ സമൂഹമാണ്. നമ്മൾ 23%. അവരാണ് ഗണ്യ ശതമാനം. കച്ചവടക്കാരുണ്ടല്ലോ ഇവിടെ. ഓണത്തിന് കച്ചവടം നടക്കാൻ പരിധിയുണ്ട്, വിഷുവിന് പരിധിയുണ്ട്. അതിനേക്കാൾ വളരെ വളരെ മോശപ്പെട്ട കച്ചവടം ക്രിസ്തുമസിന് നടക്കാറ്. കച്ചവടത്തിന് നടക്കില്ല. കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല.
കച്ചവടം മുഴുവൻ നടക്കുന്ന റമളാനിൽ. റമളാൻ കച്ചവടത്തിന്റെ മാസമാണ്. റമളാൻ ഒന്ന് തുടങ്ങി പിന്നെ കച്ചവടം ഷോപ്പിങ്ങിന്റെ കാലം. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന മാസം റമളാൻ. നമ്മൾ ചിന്തിക്കണം, ഒരു സാധനം എടുക്കാൻ വേണ്ടി ഒരു വരവ്, പിന്നെ അത് മാറ്റാൻ വേണ്ടി ഒരു വരവ്, പിന്നെ രണ്ടാം വട്ടം മാറ്റാൻ വേണ്ടി അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? എനിക്ക് അത് ചിന്തിക്കേ, ഇറങ്ങല്ലാത്തൊരു പരിഹാരവും ഇല്ല. ഒരു പെണ്ണ് ഒറ്റക്കൊരു റൂം, ഒരു കടയിൽ ഒറ്റക്കൊരു പെണ്ണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ആ പെണ്ണ് മുസ്ലിമാണ്. മുസ്ലിം അല്ലാത്തൊരു പെണ്ണ് അങ്ങനെ ചെയ്യില്ല, അവർക്ക് അടവുണ്ടാവും, മര്യാദ. വൈകുന്നേരം 5 ഷോപ്പിങ്ങിന് ഒരു പെണ്ണ് വന്നാൽ തന്നെ ഒരു 4-5 മണിയായാലും ഒരു ഹിന്ദു പെണ്ണാണെങ്കിൽ കേറിപ്പോവും, കിട്ടിയ ബസ്സിന് കയറി. രാത്രി 8 മണിയായാലും 9 മണിയായാലും ഇറങ്ങി നടക്കാൻ പേടില്ലാതെ ബസ് പോയാലും അവസാനം ഓട്ടോറിക്ഷയിൽ പോകാൻ ധൈര്യമുള്ള ഒറ്റപ്പെണ്ണ്. അത് വേറെ ഒരാളെ കൂട്ടിനല്ലെങ്കിൽ ഒറ്റക്കൊരു ഓട്ടോറിക്ഷയിൽ പോകാൻ 9 മണിക്ക് പോകാൻ ധൈര്യമുള്ള ഒറ്റപ്പെണ്ണ് ഇന്ന് ദുനിയാവിലുണ്ടെങ്കിൽ അത് സിനിമയാണ്. അത് ചിന്തിക്ക്, ഇതിന് പരിഹാരം വേണ്ടേ? ഇവരിലാണ് അന്ത്യനാൾ വരിക എന്ന് ഖാല റസൂലുള്ളാഹി. വിഷയാണ്, ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഇതിന് പരിഹാരം ഗൾഫ് നിർത്തലാണെങ്കിൽ ഗൾഫ് നിർത്തണം എന്നെ. ഗൾഫ് അത്ര വാജിബായ കാര്യമല്ല. പള്ളി മദ്രസ ഒക്കെ ഉണ്ടായില്ലേ? പള്ളി മദ്രസ അങ്ങനെ ഉണ്ടാവേണ്ടെന്നാണ്. അങ്ങനെ അല്ലാതെ പള്ളി മദ്രസ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഉണ്ടാവേണ്ടത് അൽ ഹലാലു ബൈനുൻ വൽ ഹറാമു ബൈനുൻ വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്. ഉണ്ടാവേണ്ടത് ഹലാൽ ഹറാമിലുള്ള പരിച്ഛേദമാണ്, വ്യത്യാസമാണ്. അതവിടെ ഉണ്ടാവണം. അതാണ് അള്ളാന്റെ ദീൻ. പള്ളിയും മദ്രസയല്ല ഉണ്ടാവേണ്ടത്, ദീനാ ഉണ്ടാവേണ്ടത്. അതൊക്കെ ചിന്തിക്കണം. അതുണ്ടാവണം, പള്ളി ഉണ്ടാവണം, അതനുസരിച്ചുള്ള യതീംഖാന ഉണ്ടാവണം, അതനുസരിച്ചുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവണം. ദീനാണ് ഉണ്ടാകേണ്ടത്. അതിനാണ് അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീനാ. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ ഏൽപ്പിച്ച ദീനുണ്ടാകണം. ദീനുണ്ടാകണമെങ്കിലോ പെണ്ണ് നിനക്ക് നിൽക്കണം. ഇത് നമ്മൾ ദജ്ജാലിന്റെ കഥ പറയല്ലേ? അന്ത്യനാട് ദജ്ജാൽ വരുന്ന കാലഘട്ടമല്ല, അതിന്റെ വിഷയം വേറെയാണ്. അന്ത്യനാൾ എന്ന കാലഘട്ടം, ആ കാലഘട്ടം നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹാ ഫഇന്ന റീഹഹാ മസീറത കറാ വകറാ. ഈ ഷോപ്പിംഗിൽ നടക്കുന്ന തിരൂരും കോട്ടക്കലും ഒക്കെ പോത്തിനെ പോലെ ഷോപ്പിംഗ് നടക്കുന്ന പെണ്ണിന്റെ കാലഘട്ടം അന്ത്യനാളെന്ന് ഖാല റസൂലുള്ളാഹി. അതിന് പരിഹാരം ഉണ്ടാക്കണം. എന്റെ പെണ്ണ് നാശായാൽ ആ ഉമ്മത്ത് നാശാവും. എന്തുകൊണ്ട്? പെണ്ണാണ് ഒരു ഉമ്മത്തിന്റെ അടിസ്ഥാനം. നമ്മൾ അടുത്ത തലമുറയിലെ കുട്ടികളുടെ ഭൂമിയാണ് ഈ പെണ്ണുങ്ങൾ. ഈ അടുത്ത കുട്ടികൾ എന്നാകണമെങ്കിൽ പെണ്ണെന്നാവും. എന്തുകൊണ്ട്? നിസാഉക്കും, അത്രയാ ഖുർആൻ പറഞ്ഞത്, നിസാഉക്കും ഹർസുൽ ലക്കും ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും. ഏറ്റവും പെണ്ണുങ്ങൾ നിങ്ങളെ കൃഷിഭൂമിയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പെണ്ണ് നിങ്ങളെ കൃഷിഭൂമിയാണ്. ഒരാൾ കൃഷിഭൂമി വാങ്ങുകയാണെങ്കിൽ ഏത് ഭൂമി വാങ്ങും? ഏറ്റവും നല്ല, കാരണം അവിടെ വിലട്ടുണ്ടാവും. പോലത്തിൽ ഷോപ്പിങ്ങിന് ഇറക്കി വിടുന്നത് ആണുങ്ങൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടത്തിലാണ് അവരിലാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് പുണ്യനബി അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മാത്രമല്ല അന്ത്യനാളെന്നാൽ തൊലാഖിന് കൊണ്ട് കളിക്കുന്ന കാലഘട്ടമാണ്. തൊലാഖ് ചെല്ലലൊക്കെ ഒരു നിസ്സാരമായ വിഷയമായിരിക്കും. തൊലാഖിന്റെ വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. എപ്പോഴും എവിടെയും തൊലാഖ് ചെല്ലുന്ന വിഷയമായിരിക്കും. ഒരിക്കൽ ഒരാള് 3 തൊലാഖ് ചെല്ലി. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇത് പുണ്യനബി അറിഞ്ഞപ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഖുർആൻ കൊണ്ട് കളിക്കുകയാണോ? ഖാല റസൂലുള്ളാഹി. നിങ്ങൾ ഖുർആൻ കൊണ്ട് കളിക്കുക, ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തലാഖ് അത്ര ഗൗരവമുള്ള വിഷയമാണ്.
എന്നാൽ കൊണ്ട് ആളുകൾ കളിക്കുന്ന നിസാരപ്പെടുത്തുന്ന കാലഘട്ടം വരിക. അതേപോലെ തന്നെ കളവ് പറയുന്ന ഒരു യോഗ്യതയില്ലാത്ത ഭരണാധികാരികൾ അധികരിക്കുക, കളവ് പറയുന്ന മന്ത്രിമാരെ അധികരിക്കുക. അതൊന്നും പറയണ്ട. കളവ് പറയുന്ന മന്ത്രിമാരെ പറ്റൊന്നും പറയണ്ട. അവരെങ്ങനെയെങ്കിലും നേര് പറഞ്ഞു കിട്ടിയെങ്കിൽ അതിന് വല്ല യാസീനോദാന്നല്ലാതെ കളവ് പറയുന്ന വർത്താനം അവരെ പറ്റി പറയണ്ട. ഇതിന്റെ കാലഘട്ടം എവിടെയും സ്റ്റേജ് കൂട്ടുക. പക്ഷേ ഹൃദയങ്ങളൊക്കെ നാശമാവുകയും ചെയ്യുക. അഥവാ സ്റ്റേജിൽ നിന്ന് ഹൃദയത്തിലേക്കൊന്നും കിട്ടാനില്ലാതെയാവുക. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സ്റ്റേജ് എവിടെയുണ്ട്? എന്നും മഹാമാവും നല്ലവരായ നാട്ടുകാരെ ക്ഷണിച്ചുകൊള്ളുന്നു എല്ലായിടത്തും പറയാം. ഇത് ഞാൻ പറയല്ല. സ്റ്റേജ് ഉണ്ടാകാത്ത കാലഘട്ടത്തിൽ പുണ്യനബി പറഞ്ഞതാ. അന്നിങ്ങനെ സ്റ്റേജൊന്നുമില്ല, ഇന്നുണ്ടായതാ. അന്ന് പുണ്യനബി പറഞ്ഞു, അന്ത്യനാളിന്റെ അടയാളം പുണ്യനബി പറഞ്ഞു, സ്റ്റേജ് കൂട്ടുക. എന്നാൽ എവിടെയും ഹൃദയം നാശമാവാം. ഹൃദയത്തിലേക്കൊന്നും സ്റ്റേജുകളിൽ നിന്ന് ലഭിക്കാനില്ല. അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരണം നടക്കാതെയാവുക. പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ എവിടെയും, പാട്ടും ഉത്സവവും ഭീതിയുമെല്ലാം എവിടെയും വരിക. ചിന്തിക്കണം. ഇന്നോടൊരാൾ ഇവിടുന്ന് പറഞ്ഞു, നമ്മളെ തിരൂരിലെ മദ്യഷാപ്പുകളിൽ ഏറ്റവും വലിയ കച്ചവടം നടക്കുന്നത് ശനിയാഴ്ച രാത്രിയാണ്. ശനിയാഴ്ച രാത്രിയാണ് ഏറ്റവും വലിയ കച്ചവടം. കാരണം ഞായറാഴ്ച മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ കല്യാണമാണ്. അവധിയല്ല, കല്യാണമാണ്. എവിടെയും കല്യാണത്തിന്റെ പേരിൽ കൂത്തുകൾ നടക്കുക. കള്ളുകൂടി അധികരിക്കുക. അതേപോലെ തന്നെ പെണ്ണ് ആണിന്റെ കോലം കെട്ടുക. ആണ് പെണ്ണിന്റെ കോലം കെട്ടുക. പെണ്ണിനെ കണ്ടത് തോണി നടന്നത് ഇങ്ങനെ തന്നെയാണ്. എന്ത് ആണ് പെണ്ണിന്റെ കോലം കിട്ടുന്ന രീതി അധികരിക്കുക. ആണിന്റെ കോലവും ആണിന്റെ വസ്ത്രമാണ് ഇന്ന് പെണ്ണണിയുന്നത്. അത് രീതിയായി മാറി. ആണിന്റെ രീതി പെണ്ണിന്റെ രീതിയാവുക. ആണിന്റെ രീതി പെണ്ണിന്റെ രീതിയാവുക. പെണ്ണിന്റെ രീതി ആണിന്റെ രീതിയാവുക. പെണ്ണിന്റെ കോലം ആണ് കെട്ടുകയും ആണിന്റെ കോലം പെണ്ണ് സ്വീകരിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ആളുകൾ അധികരിക്കുക. അതേപോലെ തന്നെ ആളുകൾ പ്രസംഗകരൊക്കെ അധികരിക്കുക. പക്ഷേ ഭരണാധികാരികളിലേക്ക് പണ്ഡിതന്മാർ തിരിഞ്ഞു നിൽക്കുക. അവർക്ക് വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടി നിയമം ചമച്ചു കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതേപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ബാധ്യതകൾ ഉണ്ടല്ലോ. പ്രധാനപ്പെട്ട ബാധ്യതയല്ലേ സക്കാത്ത് കൊടുക്കൽ. നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സക്കാത്ത് എങ്ങാനും മര്യാദക്ക് സക്കാത്ത് കൊടുത്താൽ പള്ളി കമ്മിറ്റിക്ക് ഒരു ലെറ്റർ കൊണ്ട് വാക്യം മര്യാദക്കാണ് നമ്മളെ നാട്ടിൽ സക്കാത്ത് കൊടുത്താൽ. ഞാൻ പറയട്ടെ, തിരൂരിലെ ഈ നടക്കുന്ന കച്ചവടക്കാരും ഈ വണ്ടി കച്ചവടക്കാരും അതേപോലെ തന്നെ ഭൂമി കച്ചവടക്കാരും ഇവരൊക്കെ ഒന്ന് മര്യാദക്ക് സക്കാത്ത് കൊടുത്താൽ, ഈ കച്ചവടക്കാരൊക്കെ സക്കാത്ത് കൊടുത്താൽ ഈ നാട്ടിൽ അടുത്തിന് ആർക്കാ സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് തോന്നുന്നുണ്ട് അന്വേഷിക്കേണ്ടി വരും. കാരണം വാങ്ങാൻ ആളുണ്ടാവില്ല. 4 കൊല്ലം മര്യാദ കൊണ്ട് സക്കാത്ത് കൊടുത്താൽ 5ാമത്തെ കൊല്ലം നാട്ടിൽ മൊലാളിമാരാവും. മൊലാളി അല്ലാത്ത ഒരാളും പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അതിന് മാത്രം സൗകര്യങ്ങളുള്ളത്. പക്ഷേ അല്ലാഹുവിന്റെ ഹക്കിനെ നിങ്ങൾ വലിച്ചെറിയുക, അതിനെ നിങ്ങൾ പാഴാക്കി കളയുക. കുടുംബബന്ധത്തെ മുറിച്ചു കളയുക. ഇങ്ങനെയുള്ള രീതികൾ അധികരിക്കുകയും ഇലാഹിന്റെ അടിസ്ഥാനപരമായ ധർമ്മങ്ങളെയും വിശ്വാസങ്ങളെയും ആളുകൾ പാഴാക്കി കളയുകയും ചെയ്യുന്ന കാലഘട്ടം വന്നാൽ പറയില്ല
അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നേരത്തെ പറയില്ല, ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ബാക്കി നാളെ പറയാം. ഒരൊറ്റ ഹദീസ് കൂടി പറയാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ശാസ്ത്രവിദ്യകൾ അധികരിക്കുക, ശാസ്ത്ര സൗകര്യങ്ങൾ കൂടുക. ഹദീസ് ഇമാം അഹ്മദ് തങ്ങൾ തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് കാണാം. ഇതിന്റെ ഈ ഹദീസിന്റെ ഒരു ഭാഗം ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് ഒരു യഹൂദിയായ മനുഷ്യൻ ആടുമേക്കുകയായിരുന്നു പുണ്യ നബിയുടെ കാലത്ത്. ഹബീബ നബിയുടെ കാലത്ത് ഒരു ശ്രദ്ധിക്ക് പറയില്ല. നമുക്ക് കുറച്ച് അത്യാവശ്യം ദുആ ചെയ്തിട്ട് പിരിയും വേണം. ആരും പോകണ്ട. വളരെ പ്രധാനപ്പെട്ട ദുആ കൂടി നടത്തിയിട്ട് നമുക്ക് പോകാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു യഹൂദിയായ ആട്ടിടയൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആട് മേയ്ക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ ആടിന്റെ അടുത്തേക്ക് ഒരു ചെന്നായ വരികയും ആടിൻ കൂട്ടത്തിൽ നിന്നൊരു ചെന്നായ ഒരു ആടിനെ പിടിക്കുകയും ചെയ്തു. ഒരാള് മേക്കുന്ന, ഒരു യഹൂദിയായ മനുഷ്യൻ മേക്കുന്ന ആട് കൂടത്തുന്ന ഒരു ആടിനെ ചെന്നായ പിടിച്ചു. അപ്പോൾ ആടിനെ തിരിച്ചു വാങ്ങാൻ വേണ്ടി അധ്വാനിച്ചു, പണിയെടുത്തു ഈ ആട്ടിടയൻ. അവസാനം ഈ ചെന്നായയിൽ നിന്ന് ഈ ആടിനെ പിടിച്ചു വാങ്ങി ഈ മേക്കാരൻ, അത് തൊളിക്കുന്ന ആൾ, ആ മേക്കുന്ന ആൾ. ഇത് കണ്ടപ്പോൾ ഈ ചെന്നായ പറഞ്ഞു, അല്ലാഹു എനിക്ക് തന്ന ഒരു ഭക്ഷണം നീ എന്റെ നിന്ന് തട്ടിയെടുക്കുകയാണോ? അല്ലാഹു എനിക്ക് തന്നതാണ് ഈ ഭക്ഷണം, നീ ഈ ഭക്ഷണം എന്റെ നിന്ന് തട്ടിയെടുക്കല്ലേ എന്ന് ചെന്നായ പിടിച്ചതായിരുന്നു ആടിനെ. ആ ആടിനെ തൊളിക്കാരൻ തന്നെ തിരിച്ചു വാങ്ങിയപ്പോൾ ആടിനെ എനിക്ക് തന്നെ വിട്ടുതരണം, നീ എന്റെ കയ്യിൽ നിന്ന് എന്റെ റിസ്കിനെ നീ മടക്കി വാങ്ങുകയാണോ എന്ന് സംസാരിച്ചു ചെന്നായ പുണ്യ നബിയുടെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അയാൾ, ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു. അയാൾ പറയും, ഇതെന്ത് പരിപാടിയാണ്, ഇതെന്റെ അത്ഭുതമാണ്. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇതെന്റെ അത്ഭുതമാണ്, വളരെ തർക്കമില്ലാത്ത വളരെ ഇതെന്റെ അത്ഭുതമാണ്. ചെന്നായ സംസാരിക്കുകയോ? മനസ്സിലായി? ചെന്നായ സംസാരിക്കാണോ? ഞാൻ ഇതുപോലെ ഒരു ദിവസം കണ്ടിട്ടില്ല. എന്റെ ചെന്നായ സംസാരിച്ചത് എന്നാൽ അത്ഭുതം കൂടി. അപ്പോൾ ചെന്നായ പറഞ്ഞു, ഞാൻ വർത്താനം പറഞ്ഞതാണോ നിനക്ക് അത്ഭുതം? ഏറ്റവും വലിയ അത്ഭുതം ഞാനല്ല, മദീനയിൽ ഒരു മനുഷ്യനുണ്ട്, ഈ തപ്പനകൾക്കിടയിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ആകാശത്തുള്ള വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും മദീനയിൽ ഈ തപ്പനകൾക്കിടയിൽ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്. അതാണ് അത്ഭുതം. മനുഷ്യ, ചെന്നായ പറയുന്നത് അത്ഭുതമല്ലാന്ന് ചെന്നായ പറഞ്ഞു. ശ്രദ്ധിക്കണില്ലേ? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇയാൾ അത്ഭുതപ്പെട്ടു പോയി, ഇതെന്തായി പറയുന്നത്? ഇദ്ദേഹം യഹൂദിയായിരുന്നു. അദ്ദേഹം ആടിനെ മേക്കുന്ന പണിയൊക്കെ നിർത്തി നേരെ മദീനയിലേക്ക് വന്നു. അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണണമല്ലോ. ചെന്നായ ഇയാളോട് പറഞ്ഞു. ഇയാളുടെ ആടിനെ ചെന്നായ പിടിച്ചപ്പോൾ ആടിനെ ചെന്നായിൽ നിന്ന് വാങ്ങാൻ ഒരുങ്ങിയപ്പോൾ ചെന്നായ പറഞ്ഞു, ചെന്നായ സംസാരിച്ചു, എന്റെ നീ ഭക്ഷണം മടക്കി വാങ്ങുകയാണോ? എനിക്കല്ലെന്ന ഭക്ഷണം അന്നത്തെ ഈ ആട്, അത് നീ മടക്കി വാങ്ങണോ എന്ന്. അപ്പൊ ഇയാൾ പറഞ്ഞു, ചെന്നായ സംസാരിക്കുകയോ ഇതുപോലത്തെ ദിവസം ഉണ്ടായിട്ടില്ല. അപ്പോൾ ചെന്നായ പറഞ്ഞു, ഞാൻ സംസാരിച്ചത് വിഷയമല്ല, ഏറ്റവും വലിയ വിഷയം ഇതല്ല. മദീനയിൽ ഈത്തപ്പനകൾക്ക് നടുവിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ കഴിഞ്ഞു പോയാലും വരാനുള്ളതും മുഴുവനും പറയുന്നുണ്ട്. ആ മനുഷ്യനാണ് അത്ഭുതത്തിന്റെ അത്ഭുതം എന്ന് ഈ ചെന്നായ അയാളോട് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് അത്ഭുതം തോന്നി. നാ മദീനയിലേക്ക് വരല്ലേ? ഇയാൾ വേഗം മദീനയിൽ വന്നു.
മദീനയിൽ വന്നിട്ട് ഫഅഖ്ബറഹു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം അയാൾ നബിയോട് പറയുകയും ഫആമന ബിറസൂലില്ലാഹ് പുണ്യ നബിയെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തു. ഈ സംഭവം കേട്ടപ്പോൾ ഫതഅജ്ജബൽ ഖൗമു അവിടെ കൂടെയുള്ള ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ചെന്നായ വർത്തമാനം പറയുകയോ സ്വഹാബികൾക്ക് തന്നെ അത്ഭുതമായി. ഫഖാല റസൂലുള്ളാഹി കേട്ടോളൂട്ടോ, നല്ല രസമുള്ള അത്ഭുതമാണ്. അപ്പോൾ പുണ്യനബി പറഞ്ഞു, ഇന്നഹാ അമാറത്തും മിൻ അമാറാത്തിസ് സാഅ, ഇത് അന്ത്യനാളിന്റെ അടയാളമാണ്. എന്നാൽ ഇത് മാത്രം ഒടുങ്ങുകയില്ല. ഖദ് ഔശക റജുലു അൻ യഖ്റുജ ഫലാ യർജിഉ ഹത്താ തുഹദ്ദിസഹു നഅലാ ഹുവ സൗതുഹു. ഇനി ഒരു കാലഘട്ടം വരും, അന്ത്യനാളിന്റെ ഏറ്റവും വലിയ അടയാളം, അന്നൊരു മനുഷ്യന്റെ ചാട്ടവാറ് അയാളോട് സംസാരിക്കും. ചിന്തിക്കണം, അന്ന് മനുഷ്യനോട് ചാട്ടവാറ് സംസാരിക്കും. മനുഷ്യനോട് അവന്റെ ചാട്ടവാറ് വർത്താനം പറയും. നിങ്ങൾ ആലോചിക്കേ, ചാട്ടവാറ് വർത്തമാനം പറയും, അവന്റെ ചെരുപ്പ് വർത്തമാനം പറയും. ചെരുപ്പിന്റെ വാർത്തമാറ് വർത്തമാനം പറയും. അതൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഈ കാണുന്ന മൊബൈലും സംവിധാനം, ഇത് നാളെ എന്തൊക്കെ പരിമിതി വരുമോ ആവും. ശാസ്ത്രത്തിന്റെ വികാസമാണ് പുണ്യനബി പറയുന്നത്. അയാളുടെ വീട്ടിൽ നിന്ന് അയാൾ ഇറങ്ങിപ്പോയിട്ട് എന്തൊക്കെ വീട്ടിൽ നടന്നിട്ടുണ്ട് എന്ന് അയാൾ മടങ്ങി വരുമ്പോൾ അയാളോട് പറയാനുള്ള ഉപകരണം അവിടെ ഉണ്ടാവും എന്നർത്ഥം. ഒരു ഉപകരണം ഉണ്ടാവും. ഹബീബായ നബി പറയാ, ചെരുപ്പും അതേപോലെ തന്നെ അയാളെ ചാട്ടവാറും മുഴുവനും അയാളോട് സംസാരം പറയും, സംസാരിക്കും. ചെരുപ്പിന്റെ വാറ് വരെ സംസാരിക്കും. അവന്റെ തൊട അവനോട് സംസാരിക്കും. എന്റെ മനുഷ്യരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും ഈ പറയുന്നത് ശാസ്ത്ര വികാസത്തെ കുറിച്ചാണ്. മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, അവിടെ നടക്കുന്ന കാര്യം മുഴുവനും അറിയാനുള്ള സൗകര്യം ഉണ്ടാവും. ഇപ്പൊ എന്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നറിയാനുള്ള സൗകര്യം എനിക്കുണ്ടാവും. അള്ളാഹു മനുഷ്യർക്ക് ആ വലിയ വലിയ മഹാകാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ശാസ്ത്രീയ പര്യവേക്ഷണങ്ങളും നേട്ടങ്ങളും അധികരിക്കും മനുഷ്യർ. അതിന്റെ മഹത്തായ തിമർപ്പിൽ മനുഷ്യന്റെ കണ്ണഞ്ചുകയും അവരിൽ തിന്മ അധികരിക്കുകയും ചെയ്യുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരെല്ലാവരും വലിയ വലിയ കഴിവുള്ളവരും ഒരുപാട് മഹാനേട്ടങ്ങളുള്ളവരും ഭൗതിക സ്ഥാനമാനങ്ങളും ഉള്ളവരാകും. ഭൗതികമായി അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഭൗതികമായി മനുഷ്യർ വളരും. പക്ഷേ മനുഷ്യർ എത്ര വളർന്നാലും പുണ്യനബി പറഞ്ഞു, അന്ത്യനാളിന്റെ അടയാളം പറഞ്ഞാൽ പണം നിർബാധമായി ഒഴുകുക എന്നുള്ളത്. എവിടെയും പണമായിരിക്കും. ശ്രദ്ധിക്കട്ടെ, ഞാൻ അവസാനിപ്പിക്കാം. ഈ ഒരു കാര്യം കൂടി പറയട്ടെ. പണം വരും, പണം വന്നാൽ പിന്നെ ഫിത്ന വരും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പണത്തിന്റെ ഫിത്ന കിടക്കാത്ത ഒരു വീട് അറബ് ലോകത്തുണ്ടാവുകയില്ല. ഖാല റസൂലുള്ളാഹി, ഇതന്നല്ലേ എന്ന് സംഭവിച്ചത്. പണത്തിന്റെ ഫിത്നയില്ലാത്ത ഒരു വീട് അറബ് ലോകത്തുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണം, വളരെ ഗൗരവമായി മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിക്കണം. ഞാനും ബഹുമാനപ്പെട്ട ഹൈദരലിശാബുടങ്ങളും കൂടി ദുബായിൽ പോയി. ഒരു 4 മാസം ഒരു ഹോട്ടലിൽ ഞങ്ങൾ താമസിച്ചു. പിറ്റേന്ന് രാവിലെ പരിപാടിക്ക് വേണ്ടി ഇറങ്ങി. പുറത്തിറങ്ങി അന്ന് പരിപാടിക്ക് നടക്കാണ്. അതിനുവേണ്ടി തങ്ങളെ എന്നെ കൂടി ഒരു കാറിൽ കൂട്ടിക്കൊണ്ടുപോയി. ചിന്തിക്കണം കേട്ടോ. ഇറങ്ങി വന്നു, ഹോട്ടലിൽ നിന്ന് താഴെ ഇറങ്ങി ഒരു വണ്ടി കയറിയിട്ട് തങ്ങളുണ്ട്, അടുത്തുണ്ട്. ഞാൻ വണ്ടി കയറി ഇരുന്നപ്പോ അങ്ങനെ നോക്കുമ്പോ ഒരു ഫുട്പാത്തിലേക്ക് ഇങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമല്ലോ. ഫുട്പാത്തിൽ നോക്കുമ്പോൾ ഒരു പെണ്ണ്, ഒരു നിക്കറിട്ട പെണ്ണുണ്ട് ഫുട്പാത്തിൽ. ഒരു മിനി സ്കർട്ട്, ഒരു മുട്ടിന്റെ മുകളിൽ മുറിച്ച ഒരു വസ്ത്രമിട്ട ഒരു പെണ്ണുണ്ട് ഫുട്പാത്തിൽ നിൽക്കും. അപ്പോൾ പിന്നെ അവിടെ നോക്കാൻ പാടില്ലല്ലോ, വേഗം അവിടുന്ന് കണ്ണെടുത്തു. പിന്നെ സ്വാഭാവികമാണല്ലോ, യമീനിന്ന് കണ്ണെടുത്താൽ പിന്നെ ഷിമാലിലേക്കാണ് കണ്ണു പോവുക. വേഗം ഞാൻ ആ കണ്ണെടുത്തിട്ട് അടുത്ത ഫുട്പാത്തിലേക്ക് നോക്കുമ്പോണ്ട് അത്രയും വസ്ത്രമില്ലാത്ത വേറൊരു പെണ്ണ് അപ്പുറത്ത്.
ഞാൻ കണ്ട ഏറ്റവും വൃത്തികെട്ട നാട് ദുബായിയാണ്. ഇത്തരം ഒരു വൃത്തികെട്ട നാട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട ഏറ്റവും വൃത്തികെട്ട നാട് ദുബായിയായി. ഞാൻ കണ്ട ഏറ്റവും വൃത്തികെട്ട നാട് ദുബായിയായി. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട നാട് ദുബായിയായി. മനുഷ്യ, ഇതിനു വേണ്ടിയായിരുന്നുവെങ്കിൽ, ഇതാണ് നിന്റെ ഇസ്ലാമിയത്തെങ്കിൽ, എത്ര എത്ര സ്വഹാബികളാണ് ഈ മണ്ണ് ഇസ്ലാമിന് കൈവരാൻ വേണ്ടി മരിച്ചു പോയിട്ടുള്ളത്. എന്തിനു വേണ്ടിയായിരുന്നു അതൊക്കെ? എന്തിനു വേണ്ടിയാണ് ഈ മണ്ണ് ഇസ്ലാം അടിമപ്പെടുത്തിയെടുത്തത്? ഇതിനു വേണ്ടി. ഇതാണ് ഹത്താ പണം വരും, പിന്നെ ഫിത്ന വരും. ലാ ലാ ബൈത്തും മിനൽ യബ്ഖാ ബൈത്തും മിനൽ അറബി ഇല്ലാ ദഖലതുഹു ഖാല റസൂലുള്ളാഹി. നട്ടുച്ച നേരത്ത് ദുബായിലൂടെ മിനിസ്കർട്ടിന്റെ പെണ്ണുങ്ങൾ സിഗരറ്റ് വലിച്ച് പോകുന്നത് കണ്ണിൽ ഞാൻ കണ്ടു. നട്ടുച്ച നേരം പെണ്ണ് മിനിസ്കർട്ടിന്റെ മുട്ടിന്റെ മുകളിൽ പെണ്ണ് മിനിസ്കർട്ടിന്റെ പെണ്ണ് സിഗരറ്റ് വലിച്ച് പോവാ. അല്ല മനുഷ്യ, ഇതാണ് നിന്റെ ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നത്. ഇതെങ്കിൽ, ഇതിനു വേണ്ടിയായിരുന്നുവെങ്കിൽ എന്തിനാണ് കിസ്റയുടെയും കൈസറിന്റെയും മുശ്രിക്കീങ്ങളുടെയും കയ്യിൽ നിന്ന് ആ സ്വഹാബ് എന്തിനാ ചോര ചിന്തിയിട്ട് ഈ മണ്ണൊക്കെ നേടിയെടുത്തിട്ടുള്ളത്? എന്തിനു വേണ്ടിയാണ്? ദുബായിയെ പോലെ ഒരു വൃത്തികെട്ട മണ്ണുണ്ടാവില്ല. തമാശ. നമുക്ക് പറയാൻ പേടി അവരെ കയ്യിൽ നിന്ന് ഫുലൂസ് കിട്ടൂല വിചാരിച്ചിട്ടാ. അതാണ് നിന്റെ പുലൂസല്ല വേണ്ടത്, നിന്റെ പുലൂസിനല്ല വിഷയമുള്ളത്. അള്ളാഹുവിന്റെ ദീനാണ് നടക്കേണ്ടത്. ഇതാണ് രീതിയെങ്കിൽ എന്തിനു വേണ്ടിയാണ്? ഇതാണോ അറബ് രാജ്യം? ഏറ്റവും കൂടുതൽ ഖുർആൻ അച്ചടിച്ചു വിടുന്ന ഏറ്റവും വലിയ ഖുർആനിക സമ്മേളനം നടക്കുന്ന രാജ്യത്തിന്റെ കഥയാ പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഖുർആനിക സമ്മേളനം നടക്കുന്ന രാജ്യം ദുബായ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് അവര് ആളുകളെ ക്ഷണിച്ച ഖുർആനിക സമ്മേളനം നടത്താറുള്ളത് എല്ലാ കൊല്ലവും. അവിടുത്തെ കഥയാണ് പറയുന്നത്. അതാ ഇസ്തിഫാലത്തുൽ മിനൽ മാൽ, ഇസ്തിഫാലത്തുൽ മാലി തുമ്മൽ ഫിത്ന ലാ യബ്ഖാ ബൈത്തും മിനൽ അറബി ഇല്ലാ ദഖലതുഹു ഖാല റസൂലുള്ളാഹി. ആ ഒഴുക്കെന്നെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. നമ്മൾ വളരെ ജാഗ്രതമായി ചിന്തിക്കണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിനെ കാത്തിരക്ഷിക്കട്ടെ. കഴിയാത്തതും അതുകൊണ്ടാണ് നമ്മളല്ലാതെയായി മാറിയപ്പോൾ അള്ളാഹിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയതാണ്. അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. ഞാൻ അവസാനിപ്പിക്കാണ്. ഒരായത്ത് ഞങ്ങൾക്ക് സമ്മാനാക്കി തരാം. ജോർജ് ബുഷ് നമുക്ക് വിഷയമല്ല. അവനെ നമ്മൾ ചെരുപ്പ് കൊണ്ട് ചവിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ വിചാരിക്കണ്ട അവനെ ചെരുപ്പിട്ട് ചവിട്ടുന്ന ദിവസം മുസ്ലിമീങ്ങൾക്ക് വരും. എങ്ങനെയായാൽ നമ്മളെ സ്റ്റാൻഡിൽ നിന്നാൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യം. എന്തുകൊണ്ട് ഖുർആനാ പറഞ്ഞത്? സൂറത്തുൽ ഖസസിന്റെ 6-ാമത്തെ ആയത്ത്. ഇന്നത്തെ വാളിന്റെ ഒരു സമ്മാനം തരാൻ ഞാൻ നിങ്ങൾക്ക്. ഒരു വല്ലാത്ത മുതല ഖുർആനിൽ ഈ ആയത്ത് നമ്മളെ ചിരിപ്പിക്കുക. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. മർദ്ദിതരായ ജനങ്ങളെ എപ്പോഴും നേതാക്കളാക്കലാണ് എന്റെ പണി. ഇന്ന് ഭൂമിയിലെ മർദ്ദിതർ നമ്മളാണ്. എങ്കിൽ നാളത്തെ നേതാക്കൾ പക്ഷേ എന്താകണം? അള്ളാഹുവിനെ നമ്മളെ സഹായിച്ചാലേ അള്ളാഹ് നമ്മളെ സഹായിക്കുകയുള്ളൂ. ജോർജ് ബുഷിനെ ചെരിപ്പിട്ട് ചവിട്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ അല്ലെങ്കിൽ നമുക്ക് ശേഷം ഒരു തലമുറ വരും. പക്ഷേ നമുക്ക് ആ കൂലി നഷ്ടപ്പെട്ടു പോകും. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വരും നിങ്ങൾ പേടിക്കണ്ട. ഇതിനേക്കാൾ അപ്പുറമൊക്കെ വന്നിട്ടുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد. എത്ര അക്രമികൾ
മുഅ്മിനീങ്ങൾ വന്നു, അവരെയൊക്കെ ചരിത്രം പുച്ഛിച്ച് തള്ളിയില്ലേ മുഅ്മിനീങ്ങളെ? നമ്മൾ ജയിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ നമ്മളാകണം നാം ഉദ്ദേശിച്ചു കൊണ്ടേയിരിക്കുന്നു. ഭൂമിയിൽ മർദ്ദിക്കപ്പെടുന്ന ജനവിഭാഗത്തിന്റെ മേൽ അനുഗ്രഹം ചൊരിയാനും അവരെ നേതാക്കളാക്കാനും. ഖസസിന്റെ 6-ാമത്തെ ആയത്ത് മനപ്പാടാക്കി വെക്കണം. ഈ ആയത്ത് വല്ലാത്ത പ്രതീക്ഷ തരുന്ന ആയത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മനസ്സിലായില്ലേ? ഇമാമിന്റെ ബഹുവചനമാണ് അഇമ്മ. ആരൊക്കെ മർദ്ദിക്കപ്പെടുന്നുവോ അവരെല്ലാം അടുത്ത തലമുറയിൽ അവർ നേതാവായിരിക്കും. നാളെ ഇസ്ലാമിന്റെ നാടാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഖുർആനല്ലേ മനുഷ്യന്മാരെ? തുടങ്ങിയപ്പോൾ പറഞ്ഞത് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. ഇതിൽ സംശയമില്ല. പക്ഷെ നമുക്ക് ആ തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ ഈ തമ്മാടിത്തരങ്ങൾ നമ്മൾ മറിച്ച് ചെയ്യണം. നമ്മളെ തോളുകൊണ്ട് തന്നെ നമ്മൾ അവരെ മറിച്ചിട്ടിരിക്കും. നമ്മളെക്കാൾ നിസാരന്മാരല്ലേ? ഹലാലായും ഹറാമിന് ഹറാമായും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അന്ന് നമ്മൾ ചെയ്യിക്കും. പക്ഷെ നമ്മളെ വീടെന്നാക്കണം, നമ്മളെ നാടെന്നാക്കണം, നമ്മളെ മഹല്ലെന്നാക്കണം. ദുബായും ഷെയ്ഖും അവൻ പോയി തോലയട്ടെ, അവന്റെ കാര്യം അവൻ നോക്കട്ടെ. നമുക്ക് നമ്മളായിട്ട് നോക്കാം. നമ്മളെ തിരുവനെങ്കിലും നമ്മളെ വീട് നോക്കാം. അള്ളാഹു അവർക്കൊക്കെ ബോധം കൊടുക്കട്ടെ. ഓർക്കാൻ പറയാം, അള്ളാഹു അവർക്ക് ബോധം കൊടുക്കട്ടെ. നമ്മളെങ്കിലും അമേരിക്കക്ക് അടുത്ത കുരുത്തക്കേട് അഫ്ഗാനിൽ നിന്ന് വരും. എന്തുകൊണ്ട് റഷ്യക്ക് കുരുത്തക്കേട് വന്നത്? അഫ്ഗാനിൽ അമേരിക്ക കുരുത്തക്കേട് വാങ്ങിയിരിക്കും. എന്തുകൊണ്ട്? അഫ്ഗാനിസ്ഥാനിലെ പാവപ്പെട്ട മലയടിവാരത്തിൽ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരോട് മഹാന്മാരായ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഇഷ്ടം പോലെ മുഅ്മിനീങ്ങൾ ആ നാട്ടിലുണ്ട്. അവരെ കുരങ്ങ് കളിപ്പിച്ചു എന്നതിന്റെ പേരിലാണ് 1940-കൾക്ക് ശേഷം ലോകത്തെ ഏറ്റവും വലിയ അതീശാധികാര ശക്തിയാക്കിയ റഷ്യ പോലും തകർന്നു പോയത്. ഈ കുരുത്തക്കടി ഇവിടെ വാങ്ങുന്നു. പ്രവാചകന്മാര് നടന്നുപോയ മണ്ണിന് സത്യമുണ്ടെങ്കിൽ അമേരിക്ക ഇറാഖിൽ നിന്ന് തോറ്റോടുക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറപ്പ്. അത് ഇബ്രാഹിം നബിയുടെ മണ്ണാണ്. ഞങ്ങൾ വിചാരിച്ചത് അത് സയ്യിദ്ന ഇബ്രാഹിമിന്റെ മണ്ണാണ്, അത് സയ്യിദ്ന നൂഹിന്റെ മണ്ണാണ്. അവിടെയൊന്നും നടക്കുകയില്ല. അവിടെയാണ് ഇനി ഒരിക്കലൊരു കാഫിറിന്റെ വീട് ബാക്കിയാകരുത് റബ്ബേ എന്ന് സയ്യിദ്ന നൂഹ് പ്രാർത്ഥിച്ചുവെന്ന് വിശുദ്ധ ഖുർആൻ. പിന്നെ അവിടെ അവൻ ബാക്കിയാവുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അവൻ ബാക്കിയാവില്ല. അവന്റെ അവസാനത്തെ ശവപ്പെട്ടിയും ആണിയടിക്കപ്പെടുക തന്നെ ചെയ്യും, ഇറാഖിലും ബഗ്ദാദിലും ബസറയിലും വെച്ച്. പക്ഷേ നമ്മളാവണം, അല്ലെങ്കിൽ നമുക്ക് ശേഷം ഒരു തലമുറ വരും. പക്ഷെ ആ കുരുത്തക്കേട് ആ കുരുത്തം നമുക്ക് പോകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി നമുക്ക് നാളെ പറയാം. നാളെ നമുക്ക് തൗബ, ഈ പ്രശ്നങ്ങളുടെ പരിഹാരം, ധാരാളം കാര്യം നാളെ നമുക്ക് പറയാണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുക തന്നെ വേണം. അമ്പിയാക്കളുടെ ബാക്കിയാണ് നമ്മൾ വെറുതെ പോയാൽ പറ്റൂല. നമ്മളെ നാട് നമ്മൾ മാറ്റണം. അതിന് നിങ്ങളെല്ലാവരും ഒരുങ്ങണം, ഒറ്റക്കെട്ടായി നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. ഒറ്റക്കെട്ടായി നിൽക്കണം എല്ലാവരും. ഞാൻ ആ വിഷയം നാളെ വിശദമായി പറയാം. ഈ ഐക്യം യശസ് നമുക്ക് വേണം. നമുക്ക് നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന്റെ കൂടെ നിൽക്കുകയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയും വേണം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ഓരോരുത്തരും അവന്റെ വീടും മഹല്ലും ശുദ്ധീകരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും ഈ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും അല്ലാഹുവിന്റെ കോടതിയിൽ ഒറ്റപ്പെടാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് ചില കാര്യം ചെയ്യാണ്ട് നാളെ നമുക്ക് പറയാം.
അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഇൻഷാ അള്ളാഹ് എല്ലാവരും നേരത്തെ തന്നെ വന്ന് നേരത്തെ നമ്മളെ പരിപാടി ആരംഭിക്കാം. മുഅ്മിനീങ്ങളെ ഉസ്താദ്മാരൊക്കെ സമ്മതപ്രകാരം ഞാൻ അവരെ വിഷമിപ്പിക്കുന്നില്ല. സാധുവായ ഞാൻ ദുആ ചെയ്യാണ്. നമ്മളെല്ലാവരും നമുക്കൊക്കെ ഒരുമിച്ച് ദുആ ചെയ്യാം. അള്ളാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. ഉസ്താദ്മാരൊക്കെ സമ്മതപ്രകാരം എല്ലാവരും നല്ല ഇഖ്ലാസോടുകൂടി ദുആയിൽ പങ്കെടുക്കുക. ചാരിയൊന്നും ഇരിക്കരുത്. ചാരിയിരിക്കൽ ഗസ്ലാണ്. ചാരിയിരിക്കുന്ന മേൽ പിശാച് കയറി വരും എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. പിശാച് കയറി വരുന്ന ഒരു മാർഗമാണ് ചാരിയിരിക്കൽ. ചാരിയിരിക്കൽ രാജകീയ സ്വഭാവമാണ്. എന്നാൽ തളർവാൻ വഖീഫ എന്നതാണ് മുഅ്മിനിന്റെ ദുആന്റെ സാഹചര്യം. അതുകൊണ്ട് വളരെ ചാരിയിരിക്കാതെ റബ്ബിലേക്ക് അത് കൈനീട്ടപ്പെട്ട് നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും വിഷമങ്ങളൊക്കെ റബ്ബിനോട് പറയുന്ന നല്ല മനസ്സോടുകൂടി നമ്മളെ പ്രശ്നമൊക്കെ പരിഹരിക്കണം. അതാണ് നമ്മളെ പരിപാടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും. വ്യക്തിപരവും സാമൂഹികവും കുടുംബപരമായ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് നമ്മൾ ഉസ്താദ്മാരൊക്കെ ഉണ്ട്. മുഅ്മിനീങ്ങൾ ധാരാളം ഈ സദസ്സിലുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അതുകൊണ്ട് ആ കൂട്ടത്തിലുള്ള ദുആക്ക് കുറ്റയിട്ട ദുആയേക്കാൾ വലിയ ഫضലുണ്ടാവും ചില നേരത്ത്. അതാ നിരക്കാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة سيدنا وشفيعنا محمد ثم إلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم. اللهم حافظ علينا وعلى أنفسنا وعلى أرواحنا وعلى علومنا وعلى صدورنا وعلى ألسنتنا وعلى كل ما تعلق بنا وعلى كل من تعلق بنا من أهلنا وأولادنا من فيولاتهم وبركاتهم يا رب العالمين. اللهم نسألك يا الله يا رب جبريل ويا رب ميكائيل ويا رب إسرافيل ويا رب عزرائيل ويا منزل القرآن ويا مرسل محمد اجعلنا من أهل الجنة. اللهم اجعلنا من أهل الجنة ولا تجعلنا من أهل النار ولا تجعلنا من أهل النار ولا تجعلنا من أهل النار. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأزواجنا وأولادنا من الدين والمظالم والنار. الله رشداوي رحماني تنبراني. അല്ലാഹുവേ ഞങ്ങൾ ഈ ചെയ്തൊക്കെ സാലിഹായ അമലാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഇത് കബൂലാക്കണമേ റബ്ബേ. അല്ലാഹുവേ അഹ്ലു ബൈത്ത് ഇന്നലെ ഞങ്ങൾക്ക് തുടങ്ങി തന്നു. ഇന്നും അഹ്ലു ബൈത്ത് തന്നെയാണ് തുടങ്ങിയത്. അഹ്ലു ബൈത്തിനെ ഞങ്ങൾ ആദരിച്ചു, ഇക്റാം ചെയ്തു. ആ ഇക്റാം കൊണ്ടാണ്, പുണ്യ നബിയുടെ കുടുംബം കൊണ്ടാണ് ഞങ്ങൾ ഈ സദസ്സ് തുടങ്ങിയത്. റബ്ബേ അതൊരു പ്രധാനപ്പെട്ട കുർബത്താണല്ലോ റബ്ബേ. നീ അത് ഈ സദസ്സിലെ ഓരോരുത്തരിൽ നിന്നും കബൂലാക്കണമേ റബ്ബേ. അല്ലാഹുവേ നിന്റെ കലാമും പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ തിരുവചനങ്ങളുമാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞത്. അല്ലാഹുവേ അത് കബൂലാക്കണമേ അല്ലാഹ്. നിന്റെ ബറക്കത്ത് കൊണ്ട് ദോഷം പൊറുക്കണമേ റബ്ബേ. അല്ലാഹുവേ ഒരു ദോഷം ഇവിടുന്ന് ഇറങ്ങി പോകരുതേ തമ്പുരാൻ. അല്ലാഹുവേ ദോഷം പൊറുക്കണമേ അല്ലാഹ്. اللهم يا غفور يا غفور يا ودود يا ذا العرش المجيد يا فعال لما يريد. نسألك يا الله نسألك مغفرتك يا الله ونرجو رحمتك يا الله ورحمتك وسعت كل شيء. نسألك يا الله നിന്റെ റഹ്മത്തിലേക്ക് ഞങ്ങൾ കൈനീട്ടുകയാണ് റബ്ബേ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് എന്ന് നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. എത്ര തെറ്റ് ചെയ്താലും നിങ്ങൾ ആശ മുറിയണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. ആ ആശ ഞങ്ങൾക്ക് ബാക്കിയാണ്. മുഅ്മിനായ മനുഷ്യന്റെ പേടിയും മുഅ്മിനായ മനുഷ്യന്റെ പ്രതീക്ഷയും തൂക്കി നോക്കിയാൽ പ്രതീക്ഷ അധികരിക്കുമെന്ന് പുണ്യ നബി പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. നിന്നെ ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിലും നിന്റെ പ്രതീക്ഷ ഞങ്ങൾക്ക് വലുതല്ലേ റബ്ബേ. ആ പ്രതീക്ഷ ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. ഞങ്ങൾക്ക് നീ ആ പ്രതീക്ഷയെ ഫലവത്താക്കി അർത്ഥവത്താക്കി തരണമേ റബ്ബേ.
ഞങ്ങൾ നീ ഖായിബാക്കരുതേ അല്ലാഹ്. ഞങ്ങൾ ദോഷം പുറത്തിരണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ ദോഷം പുറത്തിരണമേ റബ്ബേ. അല്ലാഹുവേ ഏതൊക്കെയാ ഞങ്ങൾ പാഴാക്കി കളഞ്ഞതെങ്കിൽ മാപ്പാക്കണമേ റബ്ബേ. ഏതൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലേ മാപ്പാക്കണമേ റബ്ബേ. ഏതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു ആരും മാപ്പാക്കണമേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ മാപ്പാക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് നീ മാപ്പാക്കണമേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ദോഷം പൊറുക്കണമേ റബ്ബേ. ഞങ്ങളെ ഉമ്മക്കും ഉപ്പക്കും നീ പുറത്തു കൊടുക്കണമേ അല്ലാഹ്. അല്ലാഹുവേ അവരിൽ പലരും മണ്ണിന്റെ ചുവട്ടിലാണ്. ഞങ്ങളെ ഉപ്പ ഉമ്മ ജേട്ടൻ അനുജൻ ഭാര്യ സ്വന്തക്കാർ ബന്ധക്കാർ മക്കൾ പലരും മരിച്ചുപോയി അല്ലാഹ്. നീ അവർക്ക് മഗ്ഫിറത്തേകണമേ അല്ലാഹ്. റഹ്മാനെ റഹ്മാനെ അഹ്ലുൽ ഖുബൂരി കൽ ഗരീഖിൽ മുഗബ്ബിസി എന്ന് ഖാല റസൂലുള്ളാഹി. ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരു വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ആളെ പോലെയാണെന്നും അയാൾ നിങ്ങളെ പ്രാർത്ഥനയെ കാത്തിരിക്കുകയാണെന്നും പുണ്യനബി പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ ആ പ്രാർത്ഥന ആർക്കൊക്കെയാണോ വേണ്ടത് അല്ലാഹുവേ ഇതിന്റെ മിസ്ർ സവാബ് അവർക്ക് എത്തിച്ചു കൊടുക്കണമേ അല്ലാഹ്. അവർക്ക് നീ മഗ്ഫിറത്തേകണമേ അല്ലാഹ്. അവർക്ക് നീ മഗ്ഫിറത്തേകണമേ അല്ലാഹ്. അല്ലാഹുവേ ഈ ഒറ്റയത്തെ രാവിലെ ഈ ദുആഇനെ കബൂലാക്കണമേ റബ്ബേ. റബ്ബേ പാതിരാത്രി കഴിഞ്ഞിട്ട് മുഅ്മിനീങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ്. നാളെ പണിക്ക് പോകേണ്ടവരാണ് പടച്ചതമ്പുരാനെ. അല്ലാഹുവേ തൊഴിലുള്ളവരാണ്, ഓഫീസ് പോകേണ്ടവരാണ്, ജോലിയുള്ളവരാണ്, ജുമാക്ക് പോകേണ്ടവരാ, തിരക്കുള്ളവരാണ്. പക്ഷേ ഈ പാതിരാത്രി കഴിഞ്ഞിട്ട് അവർ കാത്തിരുന്നത് ഈ മാസത്തിന്റെ ഫളലാണ്, ഈ സദസ്സിന്റെ ഫളലാണ്, നിന്റെ കലാമിന്റെ ഫളലാണ്. അവരെ മനസ്സ് നിർമ്മലമായതുകൊണ്ടാണ് പടച്ചോനെ ദുആ ചെയ്യാൻ വേണ്ടിയുള്ള പ്രതീക്ഷക്ക് കാത്തിരുന്നതാണ്. അവര് തിരക്കുള്ളവർ തന്നെയാണ്. അവരെ ഈ പ്രതീക്ഷ ഒരു കുർബത്താണല്ലോ റബ്ബേ. അവരെ കൂട്ടത്തിൽ കുടുങ്ങിയവരുണ്ടല്ലോ പടച്ചോനെ. സ്വഹാരിഖുൽ മുഹാജിറിനെ കൊണ്ട് പുണ്യനബി ദുആ ചെയ്തിട്ടുണ്ടല്ലോ റബ്ബേ. ഫുഖറാക്കളെ കൊണ്ട് പുണ്യനബി തേടിയിട്ടുണ്ടല്ലോ റബ്ബേ. ഈ കൂട്ടത്തിൽ ഫുഖറാക്കൾ ഉണ്ടല്ലോ റബ്ബേ, മസാക്കീൻ ഉണ്ടല്ലോ റബ്ബേ, പാവപ്പെട്ട വയസ്സന്മാരായ രോഗികളായ ഞങ്ങളെ ഉസ്താദുമാരുണ്ടല്ലോ റബ്ബേ, രോഗികളായ ഞങ്ങളെ ഉപ്പമാര് ഉമറാക്കൾ ഉണ്ടല്ലോ റബ്ബേ. അവരൊക്കെ രോഗണ്ട്, ഉറക്കൊഴിവാക്കിയാൽ വിഷമുള്ളവരവരെ കൂട്ടത്തിലുണ്ട് റബ്ബേ. പിന്നെയും അവര് കാത്തിരുന്നത് ദുആഇന്റെ ബർക്കത്തിന് വേണ്ടിയാണ്. അവര് ഞങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ റബ്ബേ. ആ കൂട്ടത്തെ നീ ഖായിബാക്കരുതേ അല്ലാഹ്. ദോഷം പുറത്തിരണമേ റബ്ബേ. ഒരു രോഷി വാതിൽ ഇറങ്ങി പോകരുതേ റബ്ബേ. ഒരു രോഷി കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകരുതേ റബ്ബേ. അല്ലാഹുവേ 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 ഖദ് ദഅൗനാക യാ അല്ലാഹ് ഖദ് ദഅൗനാക യാ അല്ലാഹ് നർജു റഹ്മതക യാ അല്ലാഹ് വനർജു ഗുഫ്റാനക യാ അല്ലാഹ്. ദോഷം പുറത്തിരണമേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ ഈ കൂട്ടത്തിൽ ഹജ്ജ് ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാഹുവേ. അവർക്ക് മബ്റൂറും മഖ്ബൂലുമായ ഹജ്ജ് നൽകണമേ റബ്ബേ. ഉംറ നൽകണമേ റബ്ബേ. അല്ലാഹുവേ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അതാ മക്കയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഹറമേനിയിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്നത് ഞങ്ങൾക്കും നൽകണമേ അല്ലാഹ്. അവർക്ക് നീ വിധിക്കുന്ന ഖൈർ ഞങ്ങൾക്കും വിധിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് തരണമേ അല്ലാഹ്. അവർക്ക് എല്ലാവിധ ഹിഫ്ളും നീ നൽകണമേ അല്ലാഹ്. എല്ലാവിധ ഹിഫ്ൾ അവർക്ക് നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഏറ്റി നൽകണമേ അല്ലാഹ്. എല്ലാം അവർക്ക് കൊടുക്കുന്ന ഖൈർ ഞങ്ങൾക്ക് നീ നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ ഏതൊക്കെ ശർറ് അവർക്ക് നീ ഒഴിവാക്കി കൊടുക്കുന്നോ ആ ശർറ് ഞങ്ങൾക്ക് ഒഴിവാക്കി തരണമേ അല്ലാഹ്. ഞങ്ങളെ കുഞ്ഞമക്കളൊക്കെ സാലിഹീങ്ങളാകണമേ തമ്പുരാനെ. ഞങ്ങളെ കുട്ടികളൊക്കെ സാലിഹീങ്ങളാകണമേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാര് ശുദ്ധകളാകണമേ തമ്പുരാനെ. ഞങ്ങളെ ഭാര്യമാർ സ്വാലിഹത്തുകളാകണമേ അല്ലാഹ്. മക്കൾ സ്വാലിഹീങ്ങളാകണമേ അല്ലാഹ്. ഞങ്ങളെ നിഅമത്ത് നിലനിർത്തണമേ അല്ലാഹ്. ഒരാൾക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ വിഷമം അയാൾക്ക് ലഭിച്ചിട്ടുള്ള നിഅമത്ത് നഷ്ടപ്പെടലാണെന്ന് മഹാനായ ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് സ്വാലിഹീങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടല്ലോ റബ്ബേ. اللهم اجعل نعمتنا دائما اللهم اجعل نعمتنا دائما ببركة شهر
شهر رمضان ببركة القرآن وببركة من حضر في هذا المجلس من المؤمنين والمؤمنات وبالملائكة الكرام نسألك يا الله أن تجعل نعمتنا دائما ودولتنا قائمة وأولادنا علماء صالحين واجعل أولادنا علماء صالحين واجعل أولادنا علماء صالحين. اللهم حبب إلينا الإيمان اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان والبدعة واجعلنا من الراشدين واجعلنا من الراشدين واجعلنا من الراشدين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وارحم بأهل العراق وارحم بأهل العراق وأهل أفغان وأهل فلسطين. അല്ലാഹുവേ, ഞങ്ങളെ മണ്ണിലേക്ക് അമേരിക്ക വന്നതാണ്, അവന്റെ മണ്ണിൽ ഞങ്ങൾ പോയതല്ല. ഇല്ലാത്ത നുണ പറഞ്ഞ പഹയ ഞങ്ങളെ മണ്ണിലേക്ക് കയറി വന്നതാണ് റബ്ബേ. ഇറാഖിന്റെ കയ്യിൽ അഫ്ഗാന്റെ കയ്യിൽ രാസായുധണ്ട് നുണ പറഞ്ഞു വന്നതാണ്. അവരെ കണ്ണിൽ സമ്പുഷ്ടമായ യുറേനിയുണ്ട് നുണ പറഞ്ഞു വന്നതാണ്. യുദ്ധം കഴിഞ്ഞപ്പോ ആ ഹമക്കുകൾ തന്നെ പറഞ്ഞു ഒന്നുമില്ലായിരുന്നു. എങ്കിൽ മാപ്പ് പറയേണ്ടത് ആ അക്രമിയാണ്. അല്ലാഹുവേ, രക്ഷിതാവേ, ഞങ്ങളെ മണ്ണിനെ അടിമപ്പെടുത്തിയത് അവനാണ്. എല്ലാ അടിമപ്പെടുത്തലിന് ശേഷം ആ മണ്ണിലെ പാവപ്പെട്ടവരെ അവൻ ബോംബിടുകയും ചെയ്തു. നിഷ്ഠൂരമായി പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്കെതിരിൽ ഈ റമളാന്റെ തലേ ദിവസം വരെ അമേരിക്കയിലെ തമ്മാടി ബോംബിട്ടു. റബ്ബേ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമേ റബ്ബേ. വജഅൽ ലനാ മിൻ ലദുൻക സുൽത്താനൻ നസീറാ واجعل لنا من لدنك سلطانا نصيرا واجعل لنا من لدنك سلطانا نصيرا. ഞങ്ങൾക്കൊരു നേതാവിനെ നൽകണമേ അല്ലാഹ്, ഞങ്ങൾക്കൊരു നേതാവിനെ നൽകണമേ അല്ലാഹ്, ഞങ്ങൾക്കൊരു നേതാവിനെ നൽകണമേ അല്ലാഹ്. ഈ സുഖലോലുപതയുടെ അറബ് സാമ്രാജ്യത്വത്തിന് പകരം ഒരു സ്വാലിഹായ മുഅ്മിനായ ദീനിന്റെ ഒരു മുഅ്മിനെ നേതാവാക്കണമേ അല്ലാഹ്. ആ നേതൃത്വത്തിന്റെ കീഴിൽ മുസ്ലിം ഉമ്മത്തിന് വിജയം നൽകണമേ അല്ലാഹ്. എല്ലാവിധ തിന്മകളെയും പരാജയപ്പെടുത്തണമേ അല്ലാഹ്. വിജയം നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ, ഇസ്രായേലിന്റെ തമ്മാടികൾ പാവപ്പെട്ട മുസൽമാനെതിരിൽ തമ്മാടിത്തരം ചെയ്യുകയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, മുഖദ്ദസിന്റെ പള്ളി നശിപ്പിക്കാൻ നോക്കിയവരാണവർ. മുഖദ്ദസിന്റെ ചുറ്റും കിടങ്ങ് കുഴിച്ചു വെച്ചവരാണവർ. മുഖദ്ദസ് പൊളിഞ്ഞു ചാടാൻ വേണ്ടി കുടിച്ചവരാണവർ. അല്ലാഹുവേ, ബിബറകത്തി സുലൈമാൻ വബിബറകത്തി മിഅറാജിൽ മുസ്തഫ നസ്അലുക യാ അല്ലാഹ് നസ്അലുക യാ അല്ലാഹ് വനഹ്നു അബീദുകൽ ഫുഖറാ. അല്ലാഹുവേ, അവനെതിരെ നീ ഒരു തീരുമാനം എടുത്തു തരണമേ തമ്പുരാനെ. ഞങ്ങൾ പാവപ്പെട്ടവരാൽ ഞങ്ങളെ നീ ഒഴിവാക്കരുതേ അല്ലാഹ്. ഒരു വിഷയം പരിഹരിച്ചു തരണമേ റബ്ബേ. അല്ലാഹുവേ, ഭരണാധികാരികളെ കൊണ്ട് ഞങ്ങൾക്ക് വിഷമുണ്ടാകരുതേ റബ്ബേ. ഇവിടെ ആര് ഭരിച്ചാലും നീതി നടക്കണമേ റബ്ബേ. ഇവിടെ നീതി നടക്കണമേ റബ്ബേ. നിരീശ്വരവാദികളുടെ വാക്ക് കേട്ടിട്ട് വിദ്യാഭ്യാസ നയം തമ്മാടിത്തരമാക്കുന്ന സർക്കാരിനെ പരാജയപ്പെടുത്തണമേ അല്ലാഹ്. അവരെ തോൽപ്പിക്കണമേ അല്ലാഹ്. ഇല്ലെങ്കിൽ അവന്റെ മനസ്സ് മാറ്റണമേ റബ്ബേ. ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ സദസ്സിലിരുന്ന് ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുകയും ഇവിടുത്തെ ഫാസുദുൽ ഹുമർ കൈതയെപ്പോലെ ഇണചേരുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കാർ കൊണ്ടുവരണമെങ്കിൽ അവന്റെ അധികാരത്തിന്റെ ചെങ്കോല് ബലിഷ്ഠമാണെങ്കിലും അവനെ പരാജയപ്പെടുത്തണമേ റബ്ബേ. അവനെ തോൽപ്പിക്കണമേ റബ്ബേ. ഇല്ലെങ്കിൽ അവന് നല്ല മനസ്സ് കൊടുക്കണമേ റബ്ബേ. ഞങ്ങൾ നീ കാക്കണമേ റബ്ബേ. അല്ലാഹുവേ, ലോകത്തെവിടെ മുഅ്മിനീങ്ങൾ ജയിലിൽ കിടക്കുന്നുണ്ട് അല്ലാഹ് എന്ന വാക്കിന് വേണ്ടി ആര് ജയിലിൽ കിടന്നാലും രക്ഷപ്പെടുത്തണമേ റബ്ബേ. രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഇവിടെ നല്ല നിലക്ക് കഴിഞ്ഞു വരികയാണ്, ഐക്യത്തിൽ കഴിഞ്ഞു വരികയാണ്. അതിവിടെ നിലനിർത്തി തരണമേ തമ്പുരാനെ. ഇവിടെ
പള്ളി ഉണ്ടായാലും ഇവിടെ മദ്രസ ഉണ്ടായാലും ഇവിടെ ദീൻ ഉണ്ടായാലും ഈ സ്നേഹബന്ധം ഐക്യങ്ങൾ കൊണ്ടാണ്. അത് പരാജയപ്പെടരുതേ റബ്ബേ. അല്ലാഹുവേ, ആര് മുസ്ലിമീങ്ങളെ കൊണ്ടോ സമുദായത്തിനെ കൊണ്ടോ നാട്ടിനെ കൊണ്ടോ ഇരുട്ടിന്റെ മറവിൽ ആര് തിന്മ ഉദ്ദേശിച്ചാലും അവന്റെ കുതന്ത്രം ചീറ്റിപ്പോകണമേ റബ്ബേ. കലാപങ്ങൾ ഉണ്ടാകരുതേ റബ്ബേ. ഈ സാലിഹീങ്ങളെ മണ്ണ് തിരൂരുത്താകരുതേ പഠിച്ചോനെ. ഈ മണ്ണ് പരാജയപ്പെടരുതേ റബ്ബേ. കഴിഞ്ഞ കൊല്ലത്തിനിടയിൽ ഞങ്ങളൊരു വിഷമമേറ്റവരാണ്. ഇനി ആ വിഷമം ഞങ്ങൾക്ക് നീ തരരുതേ റബ്ബേ. ഈ ഐക്യവും ബന്ധവും ഇവിടെ നിലനിർത്തണമേ റബ്ബേ. മുസ്ലിം ഉമ്മത്തിനും മറ്റുള്ളവരും തമ്മിലുള്ള ഐക്യം നിലനിർത്തണമേ റബ്ബേ. അല്ലാഹുവേ, മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ മറ്റ് സമുദായത്തിന് മഹബ്ബത്ത് ഇട്ട് കൊടുക്കണമേ റബ്ബേ. ബിബറകതി ഹാദിഹിൽ ലൈല വബിബറകതി ലൈലത്തിൽ ജുമുഅ വബിബറകതി ശഹരി റമളാൻ വബിബറകതി മജ്ലിസിൽ ഖുർആൻ വബിബറകതി മൻ ജലസ ഫീഹി മൻ ഹദറ ഫീഹി മിനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ, രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഇതിനൊരു രക്ഷ ഉണ്ടാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം നിനക്ക് വേണ്ടിയാകണമേ റബ്ബേ. ഈമാൻ കൊണ്ട് ജീവിപ്പിക്കണമേ അല്ലാഹ്. ഈമാൻ കൊണ്ട് മരിപ്പിക്കണമേ റബ്ബേ. ഖബർ സന്തോഷമാക്കണമേ റബ്ബേ. ഖദിമൂനി ഖദിമൂനി എന്ന് പറയുന്ന ആ മയ്യിത്ത് കട്ടിൽ ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. സിറാത്ത് എളുപ്പമാകണമേ അല്ലാഹ്. സിറാത്ത് എളുപ്പമാകണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞാൻ ഹസനാത്ത് കൊണ്ട് ഞങ്ങളെ മീസാന് സഖീലാകണമേ റബ്ബേ. മുസ്തഫ നബിന്റെ കൗസർ കുടിപ്പിക്കണമേ അല്ലാഹ്. ആ ഹബീബിനെ സ്വപ്നം കാണുന്നവരിൽ ഫായിസീങ്ങളിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, മനാമൻ വഇയാനാ മനാമൻ വഇയാനാ മനാമൻ വഇയാനാ. നേരിട്ടും സ്വപ്നത്തിലും മുസ്തഫ നബിയെ കണ്ടവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. ഞങ്ങൾ ഖൽബിന്റെ ആഗ്രഹം നടത്തി തരണമേ അല്ലാഹ്. ഞങ്ങൾ ഖൽബിന്റെ ആഗ്രഹം നടത്തി തരണമേ റബ്ബേ. ഞങ്ങൾ ഉലമാക്കളൊക്കെ നല്ലവരാകണമേ റബ്ബേ. ഞങ്ങൾ നയിക്കാൻ അവർക്ക് നല്ല ബോധം കൊടുക്കണമേ റബ്ബേ. ഞങ്ങൾ ഉമറാക്കളൊക്കെ സ്വാലിഹീങ്ങളാകണമേ റബ്ബേ. ഞങ്ങൾക്ക് എവിടെയും വിജയം നൽകണമേ റബ്ബേ. പരാജയം പരിഹരിച്ചു തരണമേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. അല്ലാഹുവേ, മദീനയിൽ പുണ്യ നബിയെ പോയി കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ. അവിടുത്തെ ശഫാഅത്തിലും ഞങ്ങളെ ചേർക്കണമേ അല്ലാഹ്. ഞങ്ങളെല്ലാരെയും മുസീബത്തിനെ തൊട്ട് കാക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളൊപ്പം ഇരിക്കണേ ഈ ആൺകുട്ടികൾ, ഈ ചെറുപ്പക്കാര് നിന്റെ ദീനിന്റെ മക്കളാകണമേ റബ്ബേ. അവരെ കൊണ്ട് മഹല്ലിൽ നന്മ ഉണ്ടാകണമേ റബ്ബേ. നാട്ടിൽ നന്മ ഉണ്ടാകണമേ റബ്ബേ. ഒരു നന്മന്റെ ഒപ്പം നിൽക്കണമേ റബ്ബേ. ആലിമീങ്ങൾ പറഞ്ഞത് അനുസരണയോടെ നടപ്പിലാക്കുന്നവരാകണമേ റബ്ബേ. സാദാത്യങ്ങളെ ബഹുമാനിക്കുന്നവരാകണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വജ്അൽനാ മിൻ അഹ്ലിൽ ജന്ന വലാ തജ്അൽനാ മിൻ അഹ്ലിൻ നാർ വലാ തജ്അൽനാ മിൻ അഹ്ലിൻ നാർ വലാ തജ്അൽനാ മിൻ അഹ്ലിൻ നാർ. ഒരുപാട് ഉദ്ദേശം കൊണ്ട് പലരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം നടത്തി കൊടുക്കണമേ റബ്ബേ. കത്ത് വായിക്കുന്നില്ല റബ്ബേ. അല്ലാഹുവേ, എന്തൊക്കെയാണോ എഴുതിയിട്ടുള്ളത് എല്ലാം നിർവഹിച്ചു കൊടുക്കണമേ റബ്ബേ. രോഗം മാറ്റി കൊടുക്കണമേ റബ്ബേ. മരിച്ചവർക്ക് മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. ഹലാലായ ഉദ്ദേശം നടത്തി കൊടുക്കണമേ റബ്ബേ. കച്ചവടക്കാരെ കച്ചവടത്തിനും മറ്റും അഭിവൃദ്ധി കൊടുക്കണമേ റബ്ബേ. വിദേശത്ത് പോകുന്നവരുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി കൊടുക്കണമേ അല്ലാഹ്. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ.